സ്ട്രേഞ്ച് ഡാർലിംഗ് 2023 ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് സിനിമയാണ്. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ വന്നിട്ട് ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലാണ് വന്നതെന്ന് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പോയി കണ്ടു. JT മോൾണർ എന്നാണ് ഡയറക്ടറുടെ പേര്. വില്ല ഫിറ്റ്സ്ജെറാൾഡ് എന്നൊരു സ്ത്രീയാണ് അതിൽ അഭിനയിക്കുന്നത്. അതൊരു ഗംഭീര അഭിനയമാണ്. സിനിമയ്ക്ക് നല്ല റോട്ടൺ ടൊമാറ്റോസ്. ഞാൻ അതിലൊരു റേറ്റിംഗ് നോക്കും ജനറലി സിനിമകൾ. ക്രിട്ടിക്സിൻ്റെ റേറ്റിംഗ് അല്ല, ജനറലി ഓഡിയൻസ് റേറ്റിംഗ് വെച്ചിട്ടാണ് ഞാൻ സിനിമ കാണുമ്പോൾ. ചില സിനിമ ഞാൻ ബോദർ ചെയ്യാറില്ല. പക്ഷേ ഈ സിനിമ ഐ വാസ് നോട്ട് ഷുവർ കാണണോ കാണണ്ടേ. കാരണം ഹൊറർ സിനിമ മുമ്പേ കുറച്ചെണ്ണം കണ്ടു. ചില സമയത്ത് നമ്മൾ ഹൊറർ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അത് ഇഷ്ടപ്പെടാറില്ല. ത്രില്ലർ സിനിമയാണ്, സീരിയൽ കില്ലർ സിനിമയാണ്. അതൊക്കെ അങ്ങ് കുറേ കണ്ടിട്ടുള്ളതുകൊണ്ട് ചില സമയത്ത് ഇതെന്താ അവസാനം എങ്ങനെയാവും എന്നുള്ളത് തോന്നലുള്ളതുകൊണ്ട് കാണാം. പക്ഷേ ഈ സിനിമ വ്യത്യാസമുണ്ട്. ഈ സിനിമ ഉണ്ടാക്കിയതിലൊരു വ്യത്യാസമുണ്ട്. ത്രില്ലർ ആൻഡ് 6 ചാപ്റ്റേഴ്സ് എന്നിട്ടാണ് സിനിമ തുടങ്ങുന്നത്. പക്ഷെ അതൊരു ലീനിയർ അല്ല. അപ്പോൾ ചാപ്റ്റർ 2 ആദ്യം കാണിക്കും, പിന്നെ ചാപ്റ്റർ 5 കാണിക്കും, പിന്നെ ചാപ്റ്റർ 1 കാണിക്കും, പിന്നെ ചാപ്റ്റർ 6 കാണിക്കും, പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ള അവസാനം. പിന്നെ ഒരു എപ്പിലോഗും കൂടിയാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ക്ലോഷറിലേക്ക് കൊണ്ടുവരുന്നത്. സോ ഒരു സിഗ്സാഗ് എന്നുള്ള രീതിയിലാണ് സിനിമ കാണാൻ പറ്റുന്നത് നമുക്ക്. സോ അതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അത്യാവശ്യം നല്ല വയലൻസ് ഉള്ള സിനിമയാണ്. അപ്പം വയലൻസ് താല്പര്യമില്ലെങ്കിൽ ഐ തിങ്ക് യു ഷുഡൻറ്റ്. വയലൻസ് താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് അത് കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷേ വയലൻസ് ഓക്കെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. വയലൻസ്, സെക്ഷൽ വയലൻസ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സീരിയൽ കില്ലർ മോഡാണ്. അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 6 ചാപ്റ്ററിൽ 2 ചാപ്റ്റർ കഴിഞ്ഞ് 3-ാമത്തെ ചാപ്റ്ററിലാണ് നമുക്ക് കഥേൻ്റെ ഒരു ഗതി മനസ്സിലാവുന്നത്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ലീവ് ഔട്ട് എനിത്തിങ്. ഇതിൽ വില്ല ഫിറ്റ്സ്ജെറാൾഡിൻ്റെ അഭിനയം ആ സിനിമയിൽ തുടക്കം നമുക്ക് തോന്നുന്നില്ലെങ്കിൽ സിനിമയുടെ അവസാനം ആകുമ്പോഴേക്കും ഒരു ലാസ്റ്റ് സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു സീനുണ്ട്. ആ സീന് ഐ തിങ്ക് അത് ഒരു ഗംഭീര അഭിനയമാണ്. ആ അഭിനയത്തിന് വില്ല ഫിറ്റ്സ്ജെറാൾഡിന് ഒരു ഓസ്കർ നോമിനേഷൻ കിട്ടിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല എന്നുള്ളതാണ് എൻ്റെ. പക്ഷേ 2023 സിനിമയാണ്. അതിപ്പം 2024 ഓസ്കറിലാണോ 2023 എനിക്ക് അറിഞ്ഞൂടാ. സോ എനിവേ ഐ ഡോണ്ട് നോ. പക്ഷേ എനിവേ അതൊരു അവാർഡ് യോഗ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ ത്രില്ലർ സിനിമകളിലൊക്കെ അഭിനയത്തിനെക്കാട്ടും കൂടുതൽ ഈ ഗോറിയും കുത്തും കൊലയും സാധനങ്ങളൊക്കെയാണ് കൂടുതൽ ഉണ്ടാവുക. ഭയങ്കര ലൗഡായിട്ടാണല്ലോ ചില സിനിമകൾ. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൽ അവരുടെ അഭിനയത്തിന് and she carries that movie along with its non-linear way of storytelling ഇതൊക്കെ വെച്ചിട്ട് I think it's a very interesting movie. ജനറലി സീരിയൽ കില്ലർ മൂവീസ് കാണുന്ന പോലുള്ളൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനത്തെ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ സീരിയൽ കില്ലർ സിനിമകൾക്ക് ഒരു പഞ്ഞം ഇല്ല. ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും ഒരു സീരിയൽ കില്ലർ സിനിമയിലെങ്കിലും അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്തോ ഇവിടുത്തെ ആൾക്കാർക്കൊരു ഫാസിനേഷൻ ഉണ്ട് അതിനോട്. അപ്പോൾ ഇത് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് അറ്റംപ്റ്റ്. ആൻഡ് ഐ തിങ്ക് ഇഫ് യു ആർ ഇൻ ടു സീരിയൽ കില്ലർ മൂവീസ്, ത്രില്ലർ മൂവീസ്, ഇതൊന്ന് കാണണം. കാരണം അതിൻ്റെ പ്രത്യേകിച്ച് മലയാളം സിനിമകൾ ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാർ ഇതൊന്ന് കാണുന്നത് നല്ലതാണ്. ആ ഒരു വേ ഓഫ് മൂവി മേക്കിംഗ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിൽ നിന്നൊക്കെ ചില കാര്യങ്ങൾ ഇൻസ്പയർഡ് ആവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ തോട്ട്. എനിവേ ടേക്ക് എ ലുക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഐ വിൽ സീ യു ഓൾ ഇൻ നെക്സ്റ്റ് മൂവി നെക്സ്റ്റ് ടൈം. അപ്പം അങ്ങനെയൊക്കെ.